നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയിരുന്നത് ഇനി വേണ്ടത് രോഗജ്ഞ കർമ്മങ്ങളാണല്ലോ. രോഗജ്ഞ കർമ്മങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ രോഗത്തിന് കൊടുക്കാം, ഇത് ഒന്നാമത് വല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൃഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് ചിലപ്പോൾ തടിയില്ലെങ്കിൽ അവർക്ക് തടി വെപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ കൃഷിന് കൊടുക്കാം. പിന്നെ പനിയൊക്കെ വന്ന് ദുർബലനായിട്ടുള്ള ആൾക്ക് കൊടുക്കാം. പിന്നെ വൈദ്യുത ഉള്ള ആൾക്കും കൊടുക്കാം. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ശോഷിച്ച് നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെയൊന്നും പഠിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ ക്ലീനിങ് കൂടെ ചെയ്യാൻ പഠിക്കണം കേട്ടല്ലോ. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത്, വൈദ്യുത ഉള്ള ആളും കൊടുക്കുക. എന്താ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, പിന്നെ ദുഷ്ടവ്രണം, അതെന്താ വെരിക്കോസിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്കും കൊടുക്കാം. ഉപയോഗിക്കുന്നത് ഇതിന് ചൂർണ്ണമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂർണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 to 6 ഗ്രാം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് എങ്ങനെയൊക്കെ ആമയിക പ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കൂ, കടലാടി. പക്ഷെ കണ്ടോ, ആടി അത് വാടിപ്പോയി. അതാണ് കടലാടി. കണ്ടോ, ചിലർ കണ്ടോ ഇതിന് സെവിത്തേരി ചെടി എന്നൊക്കെ പറയും, ചവന്നറി. ഇതിങ്ങനെ കണ്ട് വരുമ്പോഴായിരിക്കും ഓരോന്നിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നമ്മളെവിടെ നിർത്തിയത്? ഏതാ, നായ്ക്കിടണം അല്ലേ. അപ്പം അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് ഞാൻ ആദ്യം പറയും ഇൻഫെർട്ടിലിറ്റി കേസസിനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കും? ഇതിൻ്റെ ചൂർണ്ണം എടുക്കുക. ചൂർണ്ണം എടുത്തിട്ട് നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കാറില്ലേ, അതുപോലെ വെള്ളം ഒഴിച്ചു. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ചൂർണ്ണം എടുക്കുക. ചൂർണ്ണം എടുത്തിട്ട് അത് ഗോതൂമത്തിൽ, അതായത് വീറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു കുറുക്ക് പോലെ ഉണ്ടാക്കുക. കാരണം കുറുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളമല്ല, പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ കുറുക്ക് പോലെ ആക്കിയതിന് ശേഷം ഇത് കഴിക്കാൻ നേരത്ത് കുറച്ച് ഗീ കൂടെ ചേർത്ത് കഴിക്കുക. വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, നമ്മൾ ബ്രേക്കിയൽ പ്ലക്സസ് എന്നൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അത് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ പറയണം. ഈ വാദവ്യാധി അത് ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ വാദവ്യാധിക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇത് കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കുറേ പ്ലാൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കെയർ ചെയ്തേ പറ്റും. അപ്പം വാദവ്യാധിക്ക് എങ്ങനെ കൊടുക്കാം, അതായത് നമ്മൾ ഇതിൻ്റെ സീഡിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഇതിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന പാട്ടെന്ന് പറയുന്നത് സീഡാണ്. അപ്പം ഈ സീഡ് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സീഡ് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജ്യൂസ് കുടിക്കുക. ജ്യൂസ് കുടിക്കുമ്പോഴാണ് നമ്മുടെ വാദവ്യാധികളെല്ലാം കുറയുന്നത്. പിന്നെ ഇതിനകത്ത് ഔഷധ യോഗങ്ങൾ, വലിയ വരാണി വധിക, വരാണി ഗുടിക, അതുപോലെ തന്നെ മോദകം എന്ന് വെച്ചാൽ ബൃഹത് ശതാവരി മോദകം, പിന്നെ ഗോക്ഷുരാതി മോദകം, ഇതൊക്കെയാണ് ഔഷധ യോഗങ്ങൾ പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു നായ്ക്കരണം. നായ്ക്കരണപ്പൊടി വിതറി നമ്മൾ വെറ്റിയ കുറേ നായ്ക്കരണപ്പൊടി വിതറിയിട്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ നായ്ക്കരണപ്പൊടി വിതറിയിട്ട് അപകടങ്ങളുണ്ടായ തമാശകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ സെൻസിലെടുക്കുക. പക്ഷെ ഏറ്റവും ഉപയോഗമുള്ള ഒരു ഡ്രഗാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, മനസ്സിലാക്കാൻ മാത്രമല്ല, എൻ്റെ ചെവിയുടെ കണ്ടോ, നോക്കി, ഇത് ചെറിയ സ്പൈൻസ് ആയിട്ടുണ്ടോ, ഒരു ലീഫ് കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഡിഫൻസ് മെക്കാനിസമാണ്. കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ ഓരോന്നും പഠിക്കേണ്ട. ഓരോ ലീഫ് എടുക്കുക, നോക്കി ഇത് ഏത് വീനേഷനാണെന്ന് നോക്കുക. അപ്പം നായ്ക്കുരനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. തുളസിയുടെ അടിയിൽ നിന്ന് മാറി കിട്ടി.